നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, കോഴിയാണോ ആദ്യമുണ്ടായത് അതോ മുട്ടയാണോ എന്ന്. നിങ്ങൾ മുട്ടയാണ് ആദ്യമുണ്ടായതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അപ്പോൾ ആ മുട്ടയിട്ട കോഴി എങ്ങനെയാണ് ഉണ്ടായതെന്ന്. ഇനി കോഴിയാണ് ആദ്യമുണ്ടായതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ആ കോഴി ഏത് മുട്ടയിൽ നിന്നാണ് ഉണ്ടായതെന്ന്. ഇതിനു പുറമെ മുട്ടയെക്കുറിച്ചുള്ള വലിയൊരു സംശയമാണ്, മുട്ട വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് നോക്കാൻ പോകുന്നത്. മുട്ടയാണോ ആദ്യമുണ്ടായത്, കോഴിയാണോ ആദ്യമുണ്ടായത്? ഇതറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് പുറമോട്ട് പോകേണ്ടി വരും. ഏകദേശം 150 മില്യൺ വർഷങ്ങൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന ആ ഒരു കാലം. ചെറിയ ഡൈനോസേഴ്സ്, വലിയ ഡൈനോസേഴ്സ്, വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഡൈനോസേഴ്സ്, പറക്കാൻ കഴിയുന്ന ഡൈനോസേഴ്സ്, അങ്ങനെ പലതരം ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന ആ ഒരു കാലം. ആ ഒരു സമയത്താണ് എവല്യൂഷൻ കാരണം ചില പറക്കുന്ന ഡൈനോസേഴ്സിന്റെ സൈസ് ചെറുതാവുകയും ആദ്യമായി ബേർഡ്സിന്റെ എവല്യൂഷൻ തുടങ്ങുകയും ചെയ്യുന്നത്. ഭൂമിയിൽ ആദ്യമായി ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷികൾ ഉണ്ടാവാൻ തുടങ്ങിയ ആ ഒരു സമയം. എവല്യൂഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, എവല്യൂഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല പല ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുന്നത്. അതായത് പറക്കാൻ കഴിവുള്ള എല്ലാ ഡൈനോസേഴ്സും ബേർഡ്സായി ഇവോൾവ് ആവണമെന്നില്ല. ചിലത് ഏതെങ്കിലും അനിമൽസ് ആയി മാറാം. അത് അവരുടെ പ്രകൃതി സാഹചര്യം അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ചില ഡൈനോസേഴ്സ് ടീറക്സിനെ പോലെ വലിപ്പമുള്ളതായി മാറിയതും ചിലത് ബേർഡ്സിന്റെ രൂപത്തിലേക്ക് ഇവോൾവ് ആയി മാറിയതും. ആൻഡ് സയന്റിസ്റ്റുകൾ പറയുന്നത്, നമ്മളുടെ പൂവൻ കോഴിയും പണ്ട് കാലത്തുണ്ടായിരുന്ന ടീറക്സ് ഡൈനോസേഴ്സിനും ഒരേ കോമൺ ആൻസിസ്റ്റർ ആണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇൻഫാക്ട് ടീറക്സ് ഡൈനോസേഴ്സിന്റെ ക്ലോസസ്റ്റ് ലിവിംഗ് റിലേറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പൂവൻ കോഴി ഒട്ടോ പക്ഷിയുമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ചിക്കൻ കറി കഴിക്കുമ്പോൾ ആലോചിച്ചോണം, നിങ്ങൾ കഴിക്കുന്നത് വെറും ഒരു കോഴിയല്ല, ഒരു ഡൈനോസറിനെയാണെന്ന്. മോസ്റ്റ് ഓഫ് ദ ഡൈനോസേഴ്സ് നമ്മുടെ കോഴികളെ അല്ലെങ്കിൽ പക്ഷികളെ പോലെ മുട്ടയിട്ട് റീപ്രൊഡക്ഷൻ ചെയ്യുന്നവയായിരുന്നു. അതായത് ബേർഡ്സ് ഇവോൾവ് ആവുന്നതിന് മുന്നേ തന്നെ ഡൈനോസേഴ്സ് മുട്ടയിടാൻ തുടങ്ങിയിരുന്നു. ജീവികൾക്കിടയിൽ ഈ മുട്ടയിടുന്ന ശീലം വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. ഇന്നേക്ക് 375 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ടിക്ടാലിക് റോസെ എന്ന് പറയുന്ന ഈ ഒരു ജീവി വെള്ളത്തിൽ നിന്നും കരയിലെത്തി താമസിക്കാൻ തുടങ്ങിയിരുന്ന ആ ഒരു സമയത്ത് ഇതും മുട്ടയിട്ട് തന്നെയായിരുന്നു റീപ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പക്ഷെ ആ ഒരു മുട്ടയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്ന മുട്ടകളെ പോലെ ഒരു കട്ടിയുള്ള പുറന്തോടൊന്നുമില്ലായിരുന്നു. പകരം ഈ മീനുകളൊക്കെ ഇടുന്ന പോലെയുള്ള ജെല്ലി പോലെയുള്ള മുട്ടയായിരുന്നു അവ. കോഴികളൊക്കെ ഇടുന്ന പോലെ അല്ലെങ്കിൽ ഈ കട്ടിയുള്ള പുറന്തോടോടുകൂടി ജീവികൾ മുട്ടയിടാൻ തുടങ്ങിയിട്ട് 300 മില്യൺ ഇയേഴ്സ് മാത്രമാണ് ആവുന്നത്. പക്ഷെ ആ ഒരു മുട്ടയെ നമ്മൾ കോഴികളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കോഴികൾ ഇവോൾവ് ആവാൻ തുടങ്ങിയിട്ട് ഏകദേശം 3500 വർഷങ്ങൾ മാത്രമാണ് ആവുന്നത്. 1500 BC കാലഘട്ടത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ആളുകൾ അരിയും ഗോതമ്പും പോലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ അടുത്തുള്ള കാടുകളിൽ താമസിച്ചിരുന്ന ഒരു പ്രത്യേകതരം ജീവിവർഗത്തെ ഇവരുടെ കൃഷിയെ വല്ലാതെ ആകർഷിച്ചു. വൈൽഡ് റെഡ് ജംഗിൾ ഫൗൾ എന്നായിരുന്നു ആ ഒരു ജീവിവർഗത്തിന്റെ പേര്. ഇന്ന് നമ്മൾ കാണുന്ന പൂവൻ കോഴികളുമായിട്ട് വളരെയധികം സാമ്യമുള്ളവയായിരുന്നു വൈൽഡ് റെഡ് ജംഗിൾ ഫൗളുകൾ. ആകെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം, ഇവ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിൽ മാത്രമായിരുന്നു അന്ന് കണ്ടുവന്നിരുന്നത് എന്നതായിരുന്നു. അങ്ങനെ ഇവ മനുഷ്യന്റെ കൃഷിയിടങ്ങളിൽ വന്ന് താമസിക്കാൻ തുടങ്ങുകയും അതിനെ തുടർന്ന് മനുഷ്യർ ഇവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ആ ഒരു ഡൊമസ്റ്റിക്കേഷൻ കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഇവ ഇവോൾവ് ആവുകയും നമ്മൾ ഇന്ന് കാണുന്ന ചിക്കൻ അല്ലെങ്കിൽ കോഴിയെ പോലെ ആയി മാറുകയും ചെയ്യുകയായിരുന്നു. ഈ ജംഗിൾ ഫൗൾ എന്ന് പറയുന്ന സ്പീഷീസ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയെ കാണാൻ സാധിക്കും. ഒരു സാധാ കോഴിയെ വെച്ച് ജംഗിൾ ഫൗളിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ജംഗിൾ ഫൗളിന്റെ സയന്റിഫിക് നെയിമാണ് ഗാലസ് ഗാലസ് ആൻഡ് ഒരു സാധാ കോഴിയുടെ സയന്റിഫിക് നെയിമാണ് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മുട്ടയിടുന്ന ഈ ഒരു രീതിക്ക് 300 മില്യൺ വർഷം പഴക്കവും എന്നാൽ കോഴിക്ക് 3500 വർഷം പഴക്കവുമാണുള്ളത്. അതായത് കോഴികളെയും കാട്ടി ഒരുപാട് മുന്നേ തന്നെ ജീവികൾ മുട്ടയിടുന്നുണ്ടായിരുന്നു. ബട്ട് ഈ 300 മില്യൺ വർഷം പഴക്കമുള്ള മുട്ട ഒരു കോഴിയുടേതല്ല എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതാണ്, കോഴിയാണോ ആദ്യമുണ്ടായത് അതോ മുട്ടയോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ടൈം മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇടുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇവല്യൂഷൻ്റെ സ്റ്റേജസ് മനസ്സിലാക്കിയാൽ മതി, ഇതും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വളരെ സിമ്പിളാണ്. ഈ ചിക്കൻ ഇവോൾവ് ആയത് വൈൽഡ് റെഡ് ഫൗളിൽ നിന്നാണല്ലോ. ഈ വൈൽഡ് റെഡ് ഫൗൾ ഇവോൾവ് ആയിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നായിരിക്കും. അതിനെ പ്രോട്ടോ ചിക്കൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പ്രോട്ടോ ചിക്കനിൽ നിന്ന് തുടങ്ങാം. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ രണ്ട് പ്രോട്ടോ ചിക്കൻസ് തമ്മിൽ മേറ്റ് ചെയ്തപ്പോൾ ജനറ്റിക്കലി മ്യൂട്ടേഷൻ ഉണ്ടാവുകയും അത് കാരണമുണ്ടായ ആ ഒരു മുട്ടയിൽ നിന്ന് ആദ്യത്തെ ട്രൂ റെഡ് ജംഗിൾ ഫൗൾ ഉണ്ടാവുകയും ചെയ്തു.
ആൻഡ് ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ട്രൂ ചിക്കൻ ഉണ്ടായിട്ടുള്ളത്. 2 ജംഗിൾ ഫൗളുകളുടെ DNA ചേർന്നപ്പോഴാണ് വേൾഡിലെ ഫസ്റ്റ് ചിക്കൻ്റെ, അതായത് ലോകത്തിലെ ആദ്യത്തെ കോഴിയുടെ DNA ഉണ്ടായത്. ആൻഡ് ഈ ഒരു എവല്യൂഷൻ പ്രോസസ്സ് റീപ്രൊഡക്ഷൻ സമയത്ത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. സോ അതിനുശേഷം ആ ഒരു ശരിക്കുമുള്ള കോഴി അതുപോലെയുള്ള മറ്റു മുട്ടകളിടാനും തുടങ്ങി. ഇതാണ് എവല്യൂഷൻ ഓഫ് ചിക്കൻ. ഇനി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ ആദ്യമുണ്ടായത് മുട്ടയാണ്. ആ മുട്ട കോഴിയിൽ നിന്നല്ല, കോഴിയെ പോലെ തന്നെയുള്ള കോഴിയുടെ ആൻസിസ്റ്റർ സ്പീഷീസിൽ നിന്നാണ് വന്നതെന്ന് മാത്രം. എപ്പോഴാണ് ഒരു ആൻസിസ്റ്റർ സ്പീഷീസിനെ ആ ഒരു സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണ് കമ്പയർ ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫോഴ്സ് ഓഫ് എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെ വലുതായി പോകും. അതുകൊണ്ട് ഞാനത് മറ്റൊരു എവല്യൂഷൻ്റെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എവല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല, അത് വളരെ പതുക്കെ വർഷങ്ങളോളം സമയമെടുത്ത് സംഭവിക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യമായിരുന്നു മുട്ട വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന്. കുറച്ച് ആളുകൾ പറയും അത് സിമ്പിൾ അല്ലേ, മുട്ടയിൽ നിന്നാണ് കോഴി ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ജീവനുണ്ട്, അതിനാൽ അത് നോൺ വെജിറ്റേറിയൻ ആണെന്ന്. എന്നാൽ കാര്യം അങ്ങനെയല്ല. മുട്ടകൾ 2 തരത്തിലാണുള്ളത്, ഹാപ്ലോയിഡ് എഗ്സും ഡീപ്ലോയിഡ് എഗ്സും. ഹാപ്ലോയിഡ് എഗ്സ് എന്ന് പറഞ്ഞാൽ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ആയിരിക്കും ഹാപ്ലോയിഡ് എഗ്സ്. അതായത് ഇതിൽ ഫീമെയിൽ സെക്സ് സെൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിനാൽ തന്നെ ഈ മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. രണ്ടാമത്തതാണ് ഡീപ്ലോയിഡ് എഗ്സ്. മേറ്റിങ്ങിലൂടെ മാത്രം ഉണ്ടാകുന്ന മുട്ടകളെയാണ് ഡീപ്ലോയിഡ് എഗ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മെയിൽ സെൽസും ഫീമെയിൽ സെക്സ് സെൽസും ഫെർട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മുട്ടയിൽ നിന്ന് മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനെ നമ്മൾ റീപ്രൊഡക്ഷനുമായിട്ടും അസോസിയേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസിന് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കും, അതായത് റീപ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇതിനെ പാർത്തനോജെനിസിസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കേസിൽ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകളിൽ നിന്ന് പോലും കുട്ടികൾ വിരിഞ്ഞിറങ്ങാറുണ്ട്. പ്ലാന്റ്സിൽ പൈനാപ്പിൾ ആൻഡ് ബനാന ട്രീസിൽ നിന്നും, അനിമൽസിൽ ലിസേർഡ്സ്, സീബ്ര ഷാർക്ക്, റാറ്റിൽ സ്നേക്സിലുമാണ് പാർത്തനോജെനിസിസ് സംഭവിക്കാറുള്ളത്. പാർത്തനോജെനിസിസിലെ വിർജിൻ ക്രിയേഷൻ എന്നും വിളിക്കാറുണ്ട്. മേറ്റിംഗ് ഇല്ലാതെ തന്നെ ഉണ്ടാവുന്ന മുട്ടകളും എംബ്രിയോമായി മാറുന്നതിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കോഴികളിൽ ഇത് സംഭവിക്കാറില്ല. ഇനി നമ്മളുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അതായത് മുട്ട വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ? അതിനുള്ള ഉത്തരമാണ് മുട്ട വെജിറ്റേറിയനുമാണ് നോൺ വെജിറ്റേറിയനുമാണ്. നമ്മൾ കഴിക്കുന്ന ഭൂരിഭാഗം മുട്ടയും അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകളായിരിക്കും, അതുകൊണ്ട് അത് വെജിറ്റേറിയൻ ആവും. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു പെടക്കോഴി മാത്രമേ ഉള്ളൂ, പൂവൻകോഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു കോഴി തരുന്ന മുട്ട വെജിറ്റേറിയൻ ആണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പെടക്കോഴിയും ഒരു പൂവൻകോഴിയുമുണ്ട്, ഇവ രണ്ടും കൂടി മേറ്റ് ചെയ്തുണ്ടാവുന്ന മുട്ടയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് നോൺ വെജിറ്റേറിയനുമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.